തമിഴ്നാട് കടലൂരിൽ ട്രെയിൻ സ്കൂൾ ബസ്സിലിടിച്ച് 4 കുട്ടികൾ മരിച്ചു. 10ലേറെ പേർക്ക്. കടലൂരിലെ സെമ്മങ്കുപ്പത്ത് ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അജിന ചേരുകയാണ്. അജിന, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. 10ലേറെ പേർക്ക് കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. 4 കുട്ടികൾ മരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഈ ട്രെയിൻ അപകടം ഉണ്ടായത്? എന്താണ് ഇതിന്റെ ഒരു അപകട സാഹചര്യം? സിന്ദൂരി, ഇന്ന് രാവിലെയാണ് ഏറ്റവും ഞെട്ടിച്ചൊരു വാർത്ത പുറത്ത് വന്നിരിക്കുന്നത്. സ്കൂൾ വാനിൽ ട്രെയിൻ ഇടിച്ച് 4 വിദ്യാർത്ഥികൾക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയോടെയായിരുന്നു ഈ നാടിന് നടുക്കിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. സ്കൂൾ ബസ് ക്രോസ് ചെയ്യുമ്പോൾ ട്രെയിൻ വന്ന് ബസ്സിനെ ഇടിക്കുകയായിരുന്നു. ഇതിൽ നിന്ന് പുറത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗേറ്റ്മാൻ, അതായത് ഈ ട്രെയിനിൻ്റെ ലെവൽ ക്രോസ് അടയ്ക്കുന്ന ഗേറ്റ്മാൻ ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഈ സ്കൂൾ ബസ്സിൽ ട്രെയിൻ ഇടിച്ച് നിലവിൽ 4 വിദ്യാർത്ഥികളാണ് മരിച്ചത്. 10ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മറ്റൊരു വിവരം പുറത്തു വരുന്നത്. അപകടത്തിൽപ്പെട്ടത് കടലൂർ ചെമ്മൻകുപ്പത്ത് കൃഷ്ണസ്വാമി മെട്രിക്കുലേഷൻ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ സ്കൂൾ ഡ്രൈവറും ഉണ്ടായിരുന്നു. കുട്ടികളും ഉൾപ്പെടെയാണ്. എല്ലാവർക്കും അതിഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇവരെ നിലവിൽ ഇവിടെയുള്ള അതായത് ഈ തമിഴ്നാട് കടലൂരിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇനിയും മരണസംഖ്യ ഉയരുമോ എന്നാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം പലരുടെയും നില അതീവ ഗുരുതരം എന്നാണ് പറയേണ്ടത്. ഇവിടെ മറ്റൊരു കാര്യം നോക്കിയാൽ ഇതൊരു വീഴ്ച തന്നെയാണ്. കാരണം ഒരു ട്രെയിൻ കടന്നു വരുമ്പോൾ അവിടെ എന്തായാലും അത് ക്രോസ് ചെയ്യണം, അതായത് ഒരു ഗേറ്റ് ക്ലോസ് ചെയ്യണം. പക്ഷേ ഇവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല. ഗേറ്റ്മാൻ ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പല നാഷണൽ ഏജൻസികളും പുറത്ത് വിടുന്ന വാർത്ത. കാരണം അത്രയും ഒരു ജോലിഭാരം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം ഉറങ്ങിപ്പോയത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു അതായത് ഈ സ്കൂൾ വാൻ കയറുമ്പോൾ ആ ഡ്രൈവറും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒരു ട്രെയിൻ കടന്നു വരാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ടെന്ന് ഈ ഡ്രൈവറും നോക്കേണ്ടതായിരുന്നു. അങ്ങനെ ആ ഡ്രൈവറിൻ്റെയും ഒരു അനാസ്ഥ മൂലം തന്നെയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 4 കുട്ടികളാണ് മരിച്ചതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 10 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലരുടെയും നില അതീവ ഗുരുതരമാണ്. ഈ ഒരു ട്രെയിൻ കടന്നു വരുമ്പോൾ, അതായത് വലിയ സ്പീഡിലായിരുന്നു ഈ ട്രെയിൻ കടന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ സ്കൂൾ ബസ് കടന്നു പോയതും സ്കൂൾ ബസ്സിലേക്ക് ഈ ട്രെയിൻ വന്ന് ഇടിച്ചതും. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ ഗേറ്റ് ക്ലോസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ദാരുണമായൊരു സംഭവം നടന്നത്. ഇനിയും എത്രത്തോളം മരണസംഖ്യ ഉയരാമെന്നോ അല്ലെങ്കിൽ ഇനിയും എത്രത്തോളം കുട്ടികൾ ഈ ഒരു ബസ്സിൽ ഉണ്ടായിരുന്നെന്നോ നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. ഇപ്പോൾ പുറത്തു വരുന്ന കണക്കനുസരിച്ച് 4 കുട്ടികൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. 10ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലരുടെയും നില ഗുരുതരമാണ്. എന്തായാലും ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരുടെ പക്ഷത്താണ് വീഴ്ച. എന്തായാലും നമ്മളിവിടെ നോക്കിക്കാണേണ്ടത് ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഈ സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറിൻ്റെ രണ്ടുപേരുടെയും പക്ഷത്ത് അനാസ്ഥയുണ്ട്. കാരണം ഒരു ട്രെയിൻ വരുമ്പോൾ വാഹനങ്ങൾ എന്തായാലും നിർത്തുമല്ലോ. അതായത് ഒരു ഗേറ്റ് അടയ്ക്കണം ട്രെയിൻ വരുമ്പോൾ തന്നെ. ഇവിടെ ആ ട്രെയിൻ വരുമ്പോൾ ഒരു സിഗ്നൽ ലഭിച്ചിട്ടില്ല, ആ ഗേറ്റ് അടച്ചിട്ടില്ല. ഇത്തരത്തിൽ വലിയൊരു അനാസ്ഥയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സിന്ദൂരി, ഇങ്ങനെ ഒരു അനാസ്ഥ നടന്നത് കൊണ്ടാണ് നമ്മുടെ 4ഓളം കുട്ടികൾക്ക് ഇവിടെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത്രയും കുട്ടികൾക്ക് പരിക്കേറ്റിരിക്കുന്നത്. എന്തായാലും ഇനി മരണസംഖ്യ ഉയരാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ആ ഒരു സ്കൂൾ ബസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. കാരണം ഈ ട്രെയിൻ വന്നിടിച്ചപ്പോൾ സ്കൂൾ ബസ് ഒരുപാട് ദൂരത്തേക്ക് പോയെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്രത്തോളം വലിയൊരു അപകടമാണ് തമിഴ്നാടിന് നടക്കി കടലൂരിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇനിയും വിവരങ്ങൾ പുറത്ത് വരാനുണ്ട് സിന്ദൂരി.